മദ്യപാനവും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരെന്ന് നമ്മൾ എഴുതി വെക്കുന്നു. പിന്നെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ അവധിക്രമം വരുമ്പോൾ അതിൻ്റെ താഴെയും ചില എഴുതി വെക്കുന്നു. സിനിമയിൽ ഒരാളെ കുത്തിക്കൊല്ലുന്നു, വെട്ടിവെച്ച് കൊല്ലുന്നു, ഇതിന് താഴെ ഞാൻ നോക്കുമ്പോൾ ഡിസ്ക്ലെയിമർ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു കുട്ടി വിചാരിക്കുകയാണ് മദ്യപാനം പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്, കൊലപാതകം ആരോഗ്യത്തിന് നല്ലതാണ്, അല്ലെങ്കിൽ ആൾക്കാരെ കൊല്ലുന്നത് നോർമലാണ്. കാരണം അത് കുഴപ്പമുണ്ടെങ്കിൽ താഴെ എഴുതി വെക്കത്തില്ലേ. വ്യത്യസ്തമായ തീമുകൾ എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? ഈ കൊലപാതകം മാത്രമേ ഉള്ളൂ തീം. നമ്മൾ ജീവനെ പുഷ്ടിപ്പെടുത്തുന്ന വ്യത്യസ്തമായ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് തിയേറ്ററിലേക്ക് ജനം ഒഴുകും. ഹ്യൂമൻ മൈൻഡിന് പ്രാധാന്യം കൊടുക്കണമെന്ന് ഈ CBSE തലപ്പത്തുള്ളവർക്കോ കേരള ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തുള്ളവർക്കോ മനസ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള, മെൻ്റൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുത്തുള്ള പുതിയൊരു പാഠ്യപദ്ധതി വേണമെന്ന് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. എൻ്റെയും മറ്റുള്ളവരുടെയും എല്ലാവരുടെയും മനസ്സെന്ന് പറയുന്നത് അതിസങ്കീർണമാണ്. ഇതിൻ്റെ പോറലുകൾ കേൾക്കുമ്പോൾ നമ്മൾ സർവീസ് ചെയ്യണം. നമ്മളുടെ എല്ലാവരുടെയും ഭാഗത്തുകൾ തെറ്റുകളുണ്ടാവും. തെറ്റ് പറ്റിയവനെ കോർണർ ചെയ്തിട്ട് ഭിത്തിയിലൊട്ടിക്കാനല്ല ശ്രമിക്കേണ്ടത്. അവനും റിഫോർമേഷന് തിരിച്ചു വരാനുള്ള സമയം ഒരുക്കണം. അതാണ് ജയിലിലായിക്കോട്ടെ, അല്ല ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റി പോയ കുട്ടിയെ ആയിക്കോട്ടെ, കോർണർ ചെയ്യരുത്. പകരം ഇവൻ എങ്ങനെ തിരിച്ചു വരാൻ പറ്റും, ഇവൾക്ക് എങ്ങനെ തിരിച്ചു വരാൻ പറ്റും. തെറ്റ് പറ്റാത്തവരില്ല. എന്തുകൊണ്ട് നമുക്കൊരു ഇൻ്റർനാഷണൽ സ്പോർട്സിലേക്ക് ചില കോൺട്രിബ്യൂഷൻ കൊടുത്തുകൂടാന്നുള്ള എഫേർട്ടാണ്. പോയാൽ പോയി, കിട്ടിയാൽ കിട്ടി. അപ്പോൾ അങ്ങനെയാണ് റയൽ മാഡ്രിഡ് ഫുട്ബോൾ ക്ലബ്ബ് ആ സമയത്ത് പെർഫോമൻസ് മോശമായിരിക്കുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട ചില ടൂർണമെൻറ്റുകൾ മിസ്സായിരുന്ന സമയത്ത് ഹൈ പെർഫോമൻസ് എന്തുകൊണ്ട് പോകുന്നു? അങ്ങനെയാണ് നമുക്കിവർക്ക് ചില സൈക്കോളജിക്കൽ ഡയമെൻഷൻസ് ഇൻപുട്ട് ഉപകാരപ്പെടുമോ എന്ന് തോന്നിയിട്ടാണ് S-Minds എന്ന് പറഞ്ഞ ഒരു പാക്കേജ് തയ്യാറാക്കി. അന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങ് കളിക്കുന്ന സമയമാണ്. എനിക്ക് റയൽ മാഡ്രിഡ് ഒരു സംഭവം ഇഷ്ടമായിരുന്നു. അങ്ങനെ അവിടെ ഒരു അറ്റംപ്റ്റ് നടത്തി. ഒരു സഹായമില്ല, ദൈവകൃപയാലാണ് നടക്കുക. ഈശ്വരകൃപയെ ദൈവകൃപയെ ഞാൻ ഒരുപാട് വാല്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോകാനും സാന്റിയാഗോ ബെർണബേউ സ്റ്റേഡിയത്തിൽ അവരുടെ ഈ റയൽ മാഡ്രിഡ് ഫണ്ടാസിയോൺ വഴി അവരുടെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഇത് സമർപ്പിക്കാനൊക്കെയാണ് സാധിച്ചത്. ഇവിടെ ഒരു വാർത്തയായി. അപ്പോൾ ഇതെല്ലാം വെറും അറ്റംപ്റ്റുകളാണ്. അപ്പോൾ അതിനുശേഷം അവർ എൻ്റെ അടുത്ത് വന്ന് ഏഷ്യയ്ക്ക് യൂറോപ്പിന് വേണ്ടി ഒരു പ്രോജക്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ അത് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ചില അറ്റംപ്റ്റുകൾ നടത്തി നമ്മൾ പിന്നീട് നമ്മുടെ ഇവിടുത്തെ പല പ്രാക്ടീസുകളായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അങ്ങനെ അറിഞ്ഞിട്ടാണ് അമ്മയിൽ നിന്നും സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൻ്റെ കാലത്ത് ഒരു 9 പ്രാക്ടീസ് മാച്ചുകൾ ഈ കേരള സ്ട്രൈക്കേഴ്സ് തോറ്റു നിൽക്കുന്നതായിട്ടാണ് എനിക്കന്ന് മനസ്സിലായത്. അടുത്ത ഞായറാഴ്ചയാണ് കളിയെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് നമുക്ക് ഈ അമ്മയിൽ നിന്നും അന്നത്തെ ജനറൽ സെക്രട്ടറി വഴിയൊക്കെ ആയിട്ട് കോൾ വരിക. ഇപ്പോൾ ക്യാപ്റ്റനൊക്കെ ആയിട്ട് ഡിസ്കഷൻ വന്നു. എൻ്റെ ക്യാപ്റ്റൻ അടക്കം ആർട്ടിസ്റ്റുകൾ ഹോളിഡേ ഇൻ ഹോട്ടലിൽ നടന്ന ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് വന്നു. ആദ്യമായിട്ടാണ് ഇവരെ ഞാൻ നേരിട്ട് കാണുന്നു, ഇവരെൻ്റെ മുമ്പിലിരിക്കുന്നു. പക്ഷേ ഈ ഒരു റയൽ മാഡ്രിഡ് സ്റ്റോറി അടക്കമുള്ളത് വെച്ചിട്ട് നമുക്ക് ഒരു കളിയും ജയിക്കാത്ത സിറ്റുവേഷനിൽ നിന്ന് കളി ജയിക്കണം എന്നുള്ളതായിരുന്നു ക്യാപ്റ്റൻ്റെ ആവശ്യം. അപ്പം ലാലേട്ടൻ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നു, അല്ല മോഹൻലാൽ ക്യാപ്റ്റനായി നിൽക്കുന്ന ടീം, നിവിൻ പോളി അടക്കമുള്ള ആളുകൾ അപ്കമിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രേമം സിനിമയ്ക്കൊക്കെ മുമ്പാണ് കിട്ടുന്നത്. എനിക്കൊന്ന് പുലിമുരുകനൊക്കെ മുമ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് വന്നിട്ട് അടുത്ത ഞായറാഴ്ച മുംബൈ ഹീറോസ്, അന്ന് സൽമാൻ ഖാൻ കളിക്കാൻ വരുമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. സുൽഷെട്ടിയായിട്ട് കളിച്ചിട്ടുണ്ട്. ഇത് 45,000-ഓളം ആളുകൾ വരുന്ന ഈ ഒരു ഈ ഒരു സ്റ്റേഡിയത്തിൽ, നമ്മുടെ ജവഹർലാൽ സ്റ്റേഡിയത്തിൽ ഈ കളി ജയിക്കുക എന്നുള്ളത് ഇവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവർ മനസ്സിലേക്ക് ഇൻസ്റ്റിൽ ചെയ്യുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇതിന് തക്ക രീതിയിലൊരു മൈൻഡ് ട്രെയിനിങ് ഗ്രൂപ്പായിട്ട് കൊടുത്ത് അന്ന് അതിൽ അവർ ചാടി മറിഞ്ഞ് ഇൻവോൾവ് ചെയ്ത് കളി ജയിച്ച മൂഡ് ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്തു കളിക്ക് മുമ്പേ. ഇതേ ചാട്ടങ്ങൾ തന്നെയാണ് 10 വിക്കറ്റിന് മുംബൈ ഹീറോസിനെ തോൽപ്പിക്കുമ്പോൾ ജവഹർലാൽ സ്റ്റേഡിയത്തിലേക്ക് നമ്മൾ ആ വീഡിയോ നോക്കുമ്പോൾ കാണാൻ പറ്റും. കാരണം ഇത് നമ്മൾ അതെപ്പോഴും സൈക്കോളജി പറ്റുന്നതാണ്. ആക്ട് ആസ് ഇഫ് എന്ന് പറയും. ജയിക്കേണ്ട സംഭവം അല്ലെങ്കിൽ എന്താണോ നേടേണ്ടത് അത് കിട്ടുന്നതിന് മുമ്പ് തന്നെ അതേ മൂഡിലേക്ക് നമ്മൾ എൻ്റെ ടീമിനെ മൈൻഡ് സെറ്റിനെ മാറ്റി ഇവർ ആ വിജയത്തിൻ്റെ ആഹ്ലാദങ്ങളും കാര്യങ്ങളും അപ്പോൾ സാധിക്കുമെങ്കിൽ ഞാൻ അതിൻ്റെ ക്ലിപ്പിങ്സുകളൊക്കെ തരാം. അപ്പോൾ അത് വന്ന ആ ലെവൽ ഓഫ് പ്രോസസ്സിലൂടെയാണ് ലാലേട്ടനൊക്കെ ആയിട്ട് ഉള്ളൊരു അന്നത്തെ ആദ്യമായിട്ട് ഞാൻ ഈ പരിശീലനങ്ങളൊക്കെ തുടങ്ങുന്നതൊക്കെ. എനിക്കൊന്ന് സെലിബ്രിറ്റി ട്രെയിനിങ്ങുകളൊക്കെ തുടങ്ങുന്നതൊക്കെ ഏതാണ്ട് ഇതിനു ശേഷമാണ്. കൂടുതൽ സെലിബ്രിറ്റീസിൻ്റെ പല പല നീഡുകളും ഡയറക്ടേഴ്സും അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വന്നതൊക്കെ. പിന്നീട് ആ ഫ്ലോ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഏതൊക്കെയോ കഥകൾ കേട്ടിട്ടാകാം കേരള ഗവൺമെൻറ്റിൻ്റെ സ്പോർട്സ് കൗൺസിലിൽ നിന്നൊരു ഇൻവിറ്റേഷൻ വന്ന് അങ്ങനെ നാഷണൽ ഗെയിംസിൽ കേരള ടീമിൻ്റെ സ്പോർട്സ് സൈക്കോളജിസ്റ്റായിട്ട് ഒരു 6 പേരോടൊപ്പം എനിക്കൊരു സേവനം ചെയ്യാനായിട്ട് സാധിച്ചു. അന്ന് കേരളം നാഷണൽ ഗെയിംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കേരള സ്റ്റേറ്റുകളിൽ നമ്പർ 1 മൊത്തം ടീമുകളിൽ 2 ആയതിൽ ഒരു കുറച്ചധികം ഗോൾഡുകളിൽ
സിൽവറുകളിലൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റി എന്നുള്ളതൊക്കെയാണ്. പിന്നീട് ആ ജേണി ഇങ്ങനെ കടന്നങ്ങ് പോയിട്ട് കുറേ പല പല വർക്കുകളും പല ടീമുകളിലൊക്കെ ആയിട്ട് തുറന്നു പോയി. ഏറ്റവും അടുത്ത കാലത്ത് അറ്റംപ്റ്റ് നടത്തിയത് 2022 ഫിഫ വേൾഡ് കപ്പിൽ അർജൻറ്റീന ടീമുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ്. ഇതൊരു വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള എന്നാൽ ഒരു പാറ്റേൺ ആയിട്ടുള്ള ശ്രമമാണ്. അർജൻറ്റീനയ്ക്ക് അത് റയൽ മാഡ്രിഡിന് കൊടുത്ത പോലെ തന്നെ ഇവരൊരു റൗണ്ട് ഓഫ് 16 മുതൽ ഫൈനൽ വരെ എത്തി മെസ്സിക്ക് കപ്പടിക്കപ്പെടണം എന്നുള്ളൊരു തലത്തിൽ ഇവരുടെ ടീമിന് റെഫർ ചെയ്യാൻ പറ്റുന്ന നമുക്ക് അവരുടെ ടീമിനെ കോച്ച് ചെയ്യാനോ അങ്ങോട്ടേക്ക് എത്താനോ ഉള്ള ലെവലിലേക്കൊന്നും നമുക്കൊരു ഇന്ത്യൻ ഫുട്ബോൾ രംഗത്തോ അല്ല നമ്മൾ ഇന്ത്യയിൽ നിന്നൊരു സൈക്കോളജിന് ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു നീണ്ട കാലത്തെയാണ്. പക്ഷെ നമുക്കൊരു ഇന്ത്യൻ സ്പോർട്സ് കൗൺസിൽ വഴിയും ഖത്തറിലേക്ക് എത്തുമ്പോൾ ഡോക്ടർ മോഹൻ തോമസിൻ്റെ ഒരു സപ്പോർട്ട്, അദ്ദേഹം അവിടുത്തെ ഒരു ഇന്ത്യൻ ഖത്തർ സ്പോർട്സിൻ്റെ ഒക്കെ ഒരു ഡിവിഷൻ്റെ ഒരു ഹെഡൊക്കെയാണ്. അപ്പോൾ അവിടെ മിനിസ്ട്രിയൊക്കെ വഴിയായിട്ടുള്ള കുറേ കണക്ഷൻസൊക്കെ ആക്കാൻ നോക്കി. പലതൊന്നും അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയില്ല. പക്ഷേ വീണ്ടും നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് മുമ്പോട്ട് പോയി വേറൊരു ചാനൽ വഴി വേറൊരു സിസ്റ്റം വഴി നമുക്ക് അവിടെ ഒരു ടീമിൻ്റെ ഒരു കോർഡിനേറ്റർ നിക്കോളാസ് വഴി കോച്ചിലേക്കും ക്യാപ്റ്റനിലേക്കും നമുക്കൊരു പോസിറ്റീവായ രീതിയിലേക്ക് ചില കാര്യങ്ങൾ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്കൊരു അവർക്ക് റെഫറൽ ഡോക്യുമെൻ്റായിട്ട് ഈ പെർഫോമൻസ് സൈക്കോളജിയുടെ ചില ആപ്ലിക്കേഷൻസിൻ്റെ അവരുടെ സ്പാനിഷ് ഭാഷയിലേക്ക് ആക്കി കൊടുത്ത ഒരു ഹമ്പിൾ അറ്റംപ്റ്റ് ആയിരുന്നു. അതിന് വലിയ പബ്ലിസിറ്റി ഒന്നും നമ്മളും കൊടുത്തില്ല. കാരണം നമുക്ക് തന്നെ അതൊരു വലിയൊരു ടാസ്ക് ആയിരുന്നു. പക്ഷേ അത് നമുക്ക് എത്തിക്കാൻ പറ്റി ഒരു പർട്ടിക്കുലർ സമയത്തിന് മുമ്പ് എന്നതുകൊണ്ട് വേൾഡ് കപ്പിലേക്ക് അവർ സെമി ജയിച്ചതോ ഫൈനൽ ജയിച്ചതോ കിരീടം നേടിച്ചതോ നമ്മുടെ ഈ ഡോക്യുമെൻ്റ് ആണെന്നുള്ള ക്ലെയിം ഒന്നുമില്ല. പക്ഷേ കോച്ച് സ്കലോണി റെഫർ ചെയ്തതിലെ ഒരു ഡോക്യുമെൻ്റ് നമ്മുടെയാണ്. അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. പക്ഷെ അത് നമുക്ക് അതൊരു വലിയൊരു തീർച്ചയായിട്ടും അതിലേക്ക് എത്താൻ പറ്റി എന്നുള്ളത് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയാണ്. പക്ഷേ മുഖ്യധാര മാധ്യമങ്ങളിലോ മറ്റ് ലെവലിലേക്കോ നമ്മളിതൊരു ന്യൂസാക്കാനോ അല്ലെങ്കിൽ ഒരു ന്യൂസ് ലെവലിലേക്ക് റിപ്പോർട്ട് ചെയ്യാനോ ഇതിൻ്റെ അറ്റംപ്റ്റുകളിലേക്കൊന്നും നമ്മളൊരു എഫോർട്ട് ഇട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഒരുപക്ഷെ ഇത് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നാച്ചുറലായിട്ട് ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിശ്വസനീയമായൊരു സ്റ്റോറിയല്ല. ആടുജീവിതം പോലെയാണ്. നമുക്ക് നേരിട്ട് അറിവില്ലാത്തതും നമ്മൾ കടന്നു പോകാത്തതുമായ എല്ലാ ജീവിതങ്ങളും അവിശ്വസനീയങ്ങളാണ്. അപ്പം വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീം സൈക്കോളജിസ്റ്റിൻ്റെ ടീമും ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തവരുടെ ടീമും പോകുന്നതിന് മുമ്പ് ഒരു പത്രസമ്മേളനം നടത്തി. അപ്പം അർജൻറ്റീന ടീമിന് വേണ്ടി അവരുടെ ഏതെങ്കിലും തലത്തിൽ, കാരണം പഠിക്കൊണ്ട് കലവടയ്ക്കുന്ന ഒരു സ്വഭാവമുള്ള ടീമാണ്, അതും എല്ലാ പെർഫോമൻസിൻ്റെയും ബാക്കപ്പ് നിന്നും മിസ്സാകുന്നത് മൈൻഡിലാണ്. അപ്പോൾ മെസ്സിയോട് എനിക്കിഷ്ടമാണ്, അർജൻറ്റീന ടീമിൻ്റെ ഫാനാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ടൗട്ടർ വെക്കുന്നതിന് വരെ ഒരു സൈക്കോളജിസ്റ്റ് നിലയിൽ അവരുടെ ടീമിലേക്ക് അവർക്കൊരു റെഫറൽ ഡോക്യുമെൻ്റ് എങ്കിലും കൈമാറാൻ ഞങ്ങൾക്ക് പറ്റിയാൽ അത് ഉചിതമെന്ന് ഞങ്ങൾ വിചാരിച്ച് നമ്മുടെ പ്രൈവറ്റ് ലെവലിൽ നമ്മൾ ചെയ്ത ഒരു വർക്കാണ്. ഇത് പബ്ലിസിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെയൊരു സംഭവം നടന്നു എന്നുള്ളത് അറിയണമെന്ന് ടീമിൻ്റെ ഒരു നിർബന്ധം വന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു. അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു ഹോട്ടലിൽ വെച്ചൊരു ഒഫീഷ്യൽ PR ഏജൻസി തന്നെയാണ് ചെയ്തത്. ഒരുപാട് ചാനലുകളും കാര്യങ്ങളൊക്കെ വന്നു. ഇവിടെ പത്രക്കാർ ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം കൊടുത്തു. നിങ്ങൾക്ക് ഇത്തവണ വേൾഡ് കപ്പ് അടിക്കുന്നത് ആരാണ്? പല പല വാർത്ത വരുന്നുണ്ട്. അർജൻറ്റീന തന്നെ ആണ് വേൾഡ് കപ്പ് അടിക്കുന്നത്. നമ്മൾ പറഞ്ഞു അർജൻറ്റീനയ്ക്ക് വേൾഡ് കപ്പ് കിട്ടും, നിങ്ങൾക്ക് എന്താണ് ഇത്ര ഉറപ്പ്? ഞാൻ പറഞ്ഞു ഈ ഉറപ്പ് വരാൻ കാരണം എന്ന് പറയുന്നത് നമുക്കിതുപോലുള്ള പല അനുഭവങ്ങളും നമുക്കൊരു ഇൻറ്റ്യൂഷൻ വർക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അർജൻറ്റീന ടീമിന് എവിടെയെങ്കിലും പിഴയ്ക്കാതിരിക്കാൻ വേണ്ടി അവരുടെ ടീമിലേക്ക് കോച്ചിനും ക്യാപ്റ്റനും റെഫർ ചെയ്യപ്പെടാവുന്ന രീതിയിൽ സ്പാനിഷിലേക്ക് ആക്കുന്ന അവരുടെ പെർഫോമൻസ് സൈക്കോളജി, ടീമിൻ്റെ സിനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ചില സ്പോർട്സ് സൈക്കോളജി പ്രിൻസിപ്പിൾസൊക്കെ നമ്മളൊരു കോൺട്രിബ്യൂഷനായിട്ട് നമ്മൾ കൈമാറാനായിട്ട് ശ്രമിക്കുകയാണ്. ടീമിനെ കോച്ച് ചെയ്യാനോ ടീമിനെ ട്രെയിൻ ചെയ്യാനോ മെസ്സി ക്ലാസ് എടുക്കാനുള്ള ഒരു പ്രോജക്റ്റ് അല്ല ഇത്. കാരണം അതൊക്കെ വലിയ കടമകളാണ്. തീർച്ചയായിട്ടും നമ്മളെ ഗ്ലോബൽ സെനാരിയോയിൽ അവർക്ക് നമ്മളെ അറിയില്ല, നമുക്ക് അവനെ അറിയില്ല. പക്ഷേ കട്ടൗട്ടർ വെക്കുന്ന ഒരു ആരാധകൻ്റെ തലത്തിൽ അവൻ ചെയ്യുന്നതും മെസ്സിയോടും അർജൻറ്റീനയോടും സ്നേഹമാണെങ്കിൽ, ഞങ്ങൾ സൈക്കോളജി ഓർഗനൈസേഷൻ ആണെങ്കിൽ റയൽ മാഡ്രിഡിന് കൊടുത്ത പോലെ, നാഷണൽ ഗെയിംസിൽ കേരള ടീമിന് കൊടുത്ത പോലെ, ഇത് നമ്മുടെ സെലിബ്രിറ്റി ക്രിക്കറ്റിൽ മോഹൻലാലിനും സംഘത്തിനും കൊടുത്ത പോലെ, അല്ലെങ്കിൽ സഞ്ജു സാംസണും ടിനിയോവനാനും ശ്രീശാന്തും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള അതേ സാധനം തന്നെ അതിൻ്റെ വേറൊരു വേർഷൻ എന്തുകൊണ്ട് അർജൻറ്റീന ടീമിനും മെസ്സിക്കും കൊടുത്തുകൂടാന്നുള്ള ചിന്തയിൽ നിന്നും നടത്തിയതാണ്. പക്ഷേ നമ്മൾ ഫേസ് ചെയ്തൊരു സംഭവം, ഇതിന് നമ്മൾ മീഡിയ പബ്ലിസിറ്റി എന്നുള്ള ലെവലിലേക്ക് പോകുന്നതിന് പകരം ഇത് ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ ആകെ ചെയ്യാൻ പറ്റുന്ന പത്രക്കാരോട് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നതാണ് പ്രോജക്റ്റ്. മെസ്സി വേൾഡ് കപ്പ് അടിക്കും, അർജൻറ്റീന വേൾഡ് കപ്പ് നേടും, ഡാം ഷുവർ. ഇത് അന്നത്തെ ഡേറ്റ് അടക്കം പത്രങ്ങളിലെല്ലാം വരികയും ചെയ്തു. നമ്മളിങ്ങനെ ആ ഘട്ടത്തിൽ വന്നു. ഈ അറ്റംപ്റ്റുകൾ നടന്നു പോകുമ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങൾ, നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ല പല കാര്യങ്ങൾ. കാരണം അതിനകത്ത് പൂർണ്ണമായിട്ട് നമ്മുടെ അപ്പോയിൻമെൻറ്റുകൾ ക്ലിയർ ആയിട്ടല്ല നമ്മളിവിടെ നിന്ന് പോകുന്നത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഇപ്പോൾ ഒരു ഇന്ത്യൻ ഖത്തർ സ്പോർട്സ് കൗൺസിലും മറ്റ് പല ആളുകളൊക്കെ എഫോർട്ട് ഇട്ടിട്ടാണെങ്കിലും
പല ഹൈ സെക്യൂരിറ്റിയും പല കാര്യങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഇതൊരു ഫൈനൽ വേർഷനിലേക്ക് ഏറ്റവും സമ്മർദ്ദം കൂടുന്ന സമയത്ത് മാത്രം റെഫർ ചെയ്യപ്പെടേണ്ട ഡോക്യുമെൻ്റാണ്. അതാണ് റൗണ്ട് ഓഫ് 16 മുതൽ ഫൈനൽ വരെ, പ്രത്യേകിച്ച് ക്വാർട്ടറും സെമിക്കും ഫൈനലിലും വേണ്ട ലെവലിലേക്കുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ആ ഒരു ടൈം പീരീഡിന് മുമ്പ് മാത്രം ഇതിലേക്ക് എത്തിപ്പോടേണ്ട സംഭവങ്ങളാണെന്നാണ് നമ്മുടെ ഒരു ചിന്താധാര. കാരണം വെച്ചാൽ ചില സമയത്ത് ചില ചെപ്പുകൾ ചിലപ്പോഴേ തുറക്കാൻ പറ്റുള്ളൂ. ഒരുപാട് സമയമെടുക്കുന്ന അല്ലെങ്കിലും ചില ഇമ്പോർട്ടൻറ്റ് ഫാക്ടറുകൾ, കീ പോയിൻറ്റ്സുകൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷേ ഇത് നമുക്ക് പല അറ്റംപ്റ്റുകളിലൂടെ സപ്പോർട്ടുകൾ കിട്ടി സസ്റ്റൈനബിൾ ആയിട്ട്. ഇവൻ അർജൻറ്റീന മീഡിയയുടെ സപ്പോർട്ടുകൾ തേടിയിട്ടുണ്ടായി, ഇന്ത്യൻ മീഡിയയുടെ സപ്പോർട്ടുകൾ നേടിയിട്ടുണ്ടായി. ഇവിടെ നിന്നുള്ള പല മീഡിയയും നമ്മളെ ആ ഘട്ടത്തിലൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞ് എങ്ങും പോകുന്നില്ല, നമ്മൾ സ്റ്റക്കായി. ഇവരെല്ലാം സപ്പോർട്ട്, ഈവൻ അവിടെ നിന്ന് ഖത്തറിൽ നിന്ന് നമുക്ക് കിട്ടിയ മിനിസ്ട്രി ലെവലിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് അനുസരിച്ച് മെസ്സിയുടെ ബ്രദർ റോഡ്രിഗോ ലെവലിൽ വരെ ഈ കാര്യങ്ങൾ പോയെങ്കിലും നമുക്ക് അത് ഫർദർ ലെവലിലേക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യപ്പെടുന്ന ലെവലിലേക്ക് പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു സിറ്റുവേഷൻ വന്നു. പിന്നെ സംഭവിച്ചെല്ലാം വിറക്കലാണ്. പിന്നെയുള്ള അറ്റംപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥം നമ്മളിത് ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഖത്തർ യൂണിവേഴ്സിറ്റിയിലെ അർജൻറ്റീന ടീം താമസിക്കുന്ന അതേ ഒരു പ്ലാറ്റ്ഫോമിൽ അർജൻറ്റീന ടീമിൻ്റെ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ലെവലിൽ നിന്ന് തന്നെയാണ് നമുക്കൊരു സപ്പോർട്ട് കിട്ടിയത്. ഇൻ ദ സെൻസ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ അറ്റംപ്റ്റുകളെല്ലാം യഥാർത്ഥത്തിൽ ഞാനും എൻ്റെ ഹെൽപ്പറായിട്ട് അവിടെ ഉണ്ടായിരുന്ന നൗഷാദും ചേർന്നിട്ടാണ് നമുക്ക് അവിടേക്ക് പോയത്. കാരണം ഹൈലി സെക്യൂരിറ്റി ഫോഴ്സ് ഉള്ളതിലാണ്. ഇവിടെ നിന്ന് നിക്കോളാസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ അർജൻറ്റീൻ ടീമിൻ്റെ കോർഡിനേറ്ററെ, ഒരു കിറ്റ്മാൻ കം കോർഡിനേറ്റർ എന്നാണ്, നിക്കോളാസ് വഴിയാണ് നമ്മൾ ഇത് ടീമിലേക്കൊക്കെ എത്തിക്കുക. ഇനി റാണി ചോദിച്ച ഒരു കാര്യത്തിന് ഒരു ഉത്തരം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതുകൊണ്ട് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ പോയി വന്നതിന് ശേഷമുള്ള കഥകൾ മീഡിയയിലേക്ക് വരാത്തതെന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണുള്ളത്. നടക്കുമില്ലയോ എന്ന് ഉറപ്പില്ലാത്ത എന്ന ഒരു ലഘു ചാൻസിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടും ദൈവവിശ്വാസത്തോടും നടത്തിയ ഒരു എളിയ എഫോർട്ട് മാത്രമാണ്. മീഡിയ പബ്ലിസിറ്റി അല്ല ഇതിൻ്റെ ഒരു പാർട്ട്. മീഡിയയിൽ വരിക എന്ന് പറയുമ്പോൾ അത് ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ കിട്ടുമെങ്കിലും ഒക്കെ 3-4 ദിവസം സത്യം പറഞ്ഞാൽ പട്ടിണിയായിരുന്നു പറയാം. കാരണം അവരുടെ മീഡിയ സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല, എങ്ങും പോകാൻ പറ്റില്ല, ഫുഡ് കഴിക്കാൻ ഓപ്ഷൻ ഇല്ല. അപ്പോൾ എനിക്ക് ഒരു ദിവസമൊക്കെ ഒരു ചായയോ അങ്ങനെ കുറച്ച് കഥകളുണ്ട്. ആടുജീവിതമൊന്നും അല്ല കേട്ടോ. അപ്പോൾ പക്ഷേ അത്രമാത്രം നമുക്ക് അത് വലിയൊരു സ്വപ്നമാണ്. ഈ വലിയ സ്വപ്നത്തിന് വേണ്ടി നല്ല ത്യാഗമുണ്ട്. നമ്മൾ എത്തിക്കേണ്ടിടത്തേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് ഓഫർ ഉണ്ടായിരുന്ന പല സോഴ്സുകളും അവർ നിസ്സഹായരായി പോയി കഴിഞ്ഞ ഘട്ടത്തിലാണ് നമ്മൾക്ക് മനസ്സിലായത് ഇത് ആദ്യഘട്ടത്തിൽ നമുക്ക് ധൈര്യമായിട്ട് പോലും നമ്മളെല്ലാം സെറ്റാക്കാമെന്ന് പറഞ്ഞിരുന്ന പല ആളുകൾക്കും അവർക്ക് തന്നെ കടക്കാൻ പറ്റാത്ത അത്രമാത്രം സങ്കീർണമാണ് അവിടുത്തെ പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പുറകോട്ട് പോരാൻ പറ്റില്ല. ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടേ പോരൂ, ഹാൻഡ് ഓവർ ചെയ്തിട്ടേ വരുള്ളൂ എന്നുള്ള രീതിയിൽ പിന്നെ നടത്തിയൊരു യാത്രയുണ്ട്. ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തന്നെ പേടിയാവുന്നുണ്ട് പലതും. അത്രമാത്രം കഷ്ടപ്പെട്ട് നടത്തിയൊരു യാത്രയാണെങ്കിലും നമ്മുടെ ലോകത്തിനൊരു പ്രത്യേകതയുണ്ട്, മാധ്യമങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. റിസൾട്ടുകൾക്ക് മാത്രമാണ് നമ്മൾ സെലിബ്രേഷൻ കൊടുക്കുക, എഫോർട്ടിനെ ആരും മാനിക്കില്ല. എത്രമാത്രം എഫോർട്ട് നടത്തിയാലും അതിൻ്റെ പിന്നിലെ വേദനകളെ കാണിച്ചുകൊണ്ടുള്ള ഒരു ലേഖനവും പരമ്പരയൊന്നും നമ്മൾ കാണില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് എഫോർട്ടുകളെയാണ്. അപ്പം ഞങ്ങളുടെ ടീമിനെ ഞങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റിയെന്നും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ധൈര്യമുണ്ടായി എന്നുള്ളതും ഞങ്ങൾ അക്നോളജ് ചെയ്തു. ഞങ്ങളുടെ ഇടയിൽ സെലിബ്രേഷൻ നടത്തി, അതിൽ ഇൻവോൾവ് ചെയ്ത എല്ലാ ആളുകളെയും ഓൺലൈനിലൊക്കെ വരുത്തി. അവിടുത്തെ ഖത്തർ യൂണിവേഴ്സിറ്റിയിലെ സെക്യൂരിറ്റി സ്റ്റാഫിനെ അടക്കം ഞങ്ങൾ ഓൺലൈനിൽ വരുത്തി ഞങ്ങളൊരു എഫോർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നടത്തിയെങ്കിലും ഇന്ന കാര്യങ്ങളിലൂടെ ഇത് ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടു വന്നു എന്ന് പറയുന്ന അതിലുള്ള ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മാധ്യമങ്ങളുടെ മുമ്പിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് പൂർണ്ണമായിട്ട് വാലിഡ് ആകുന്ന എപ്പോഴാണ് കോച്ച് സ്കലോണി പറയണം, അല്ലെങ്കിൽ മെസ്സി പറയണം, അല്ലെങ്കിൽ നിക്കോളാസ് പറയണം. ഈ 3 പേരും പറയണമെങ്കിൽ അപ്പോൾ അവരുടെ ഭാഷയിൽ പറയണം. ഇല്ലെങ്കിൽ കൃത്യമായിട്ട് ഇപ്പോൾ നിക്കോളാസ് ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നിന്നും നമ്മുടെ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് ഇങ്ങനൊരു കാര്യം പറയണം. ഇല്ലെങ്കിൽ അവിടെ നമുക്കൊരു ഡോക്യുമെൻ്റ് കിട്ടണം. ഇത്തരമുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ രേഖയായിട്ടില്ലാത്തത് കൊണ്ട് ആടുജീവിതത്തിൻ്റെ അവസ്ഥയാണ്. ഈ ആടുജീവിതത്തിൻ്റെ അവസ്ഥയിൽ നജീബ് എന്നല്ല ക്യാരക്ടറുള്ളത്. ഈ നജീബ് അനുഭവിച്ച ആടുജീവിതം അനുഭവിച്ച ആ സ്ഥലത്ത് നമ്മളാരും പോയി കണ്ടിട്ടില്ല. ഇത് അദ്ദേഹം ബെന്യാമിനോട് പറയുന്നു, ബെന്യാമിൻ അത് എഴുതുന്ന ആൾക്ക് അദ്ദേഹം അനുഭവിച്ച കഥകളെല്ലാം വ്യക്തമാകുന്നുണ്ട് എന്ന് പറയുന്ന പോലെ അത് വലിയ സംഭവമാണ് കേട്ടോ. ഒരു സ്വപ്നത്തിൻ്റെ യാത്രയിലേക്ക് പോകുമ്പോൾ സ്വപ്നങ്ങളെ പരിശീലിപ്പിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എൻ്റെ ഒരു സ്വപ്നത്തെ, ഞങ്ങളുടെ ടീമിൻ്റെ ഒരു സ്വപ്നത്തിന് വേണ്ടി എഫോർട്ടിട്ട് മുന്നോട്ടിറങ്ങി അതിൽ നമ്മൾ ആഗ്രഹിച്ച തലങ്ങളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുക എന്ന് പറഞ്ഞത് നടപ്പിലായെങ്കിലും അതിന് പിന്നിലുള്ള എഫോർട്ടുകളെ ഒരു പത്രസമ്മേളനം നടത്തി അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് നടന്നതെന്ന് പറയാനായിട്ട് നമുക്ക് എന്തുകൊണ്ടോ തോന്നിയില്ല, നടന്നില്ല. അത്രമാത്രം നമ്മൾ ടയർഡായിരുന്നു, അത്രമാത്രം മടുത്തിരുന്നു. പക്ഷേ ഇത് ഈ ഒരു എഫോർട്ടിനെ മാനിക്കുന്നൊരു മീഡിയ വന്നാൽ എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഇത് ടീമിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ട കൃത്യമായ വഴികളുണ്ട്.
ഇത് വലിയൊരു സ്റ്റോറിയാണ്. ഇത്തരത്തിൽ മീഡിയയുടെ ഒരു ടോൺ മാറിയാൽ തീർച്ചയായിട്ടും ഒട്ടനവധി എഫോർട്ടുകളെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള പല എഫോർട്ടുകളും നാളെ റിസൾട്ടായി മാറും. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ആരെങ്കിലും ചെറിയ അറ്റംപ്റ്റുകൾ നടത്തിയാൽ, ഏതെങ്കിലും ഇത് നടത്തിയാൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ട് ഏതൊരു പരാജയത്തിലും കൂടെ നിന്ന് വീണ്ടും സപ്പോർട്ട് ചെയ്ത് അവരെ വിജയത്തിലേക്ക് എത്തുന്ന കോച്ചിങ്ങുകളും കൺസൾട്ടേഷൻ തുടരുകയാണ്. വ്യക്തിപരമായിട്ട് ഞാനതിനു വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്തിറങ്ങിയപ്പോഴേക്കും ഞാനത് ജനങ്ങളോടോ മറ്റുള്ളവരോടോ മാധ്യമങ്ങളോടോ ഡിമാൻഡ് ചെയ്യാൻ തയ്യാറായില്ല, അല്ലെ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ റാണി എന്നോട് ചോദിച്ചതുകൊണ്ട് അതൊരു പെയിൻ ഫാക്ടറുമാണ്. കാരണം എഫോർട്ടുകളെ ആരും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള പെയിൻ ഫാക്ടറാണ്. നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തതിന് തെളിവുകളായിട്ട് നമുക്ക് അർജൻറ്റീന ടീമിൻ്റെ ലെറ്റർ പാഡിൽ ഒരു കത്ത് കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിലില്ല. ഇനി അർജൻറ്റീന ടീം കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് അവരെ കാണാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു എനിക്ക് കൃത്യമായ റെഫറൻസുകളും പോയിന്റുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു ഫെയറി ടെയിലല്ല. ഒരുപക്ഷെ പ്രേക്ഷകർ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഡോക്ടർ നല്ല തള്ളുകയാണെന്നുള്ള ആ ഇൻ്റർനാഷണൽ തള്ളാണെന്ന് എഴുതിയാലും നിങ്ങൾ തീർച്ചയായിട്ടും ആ എഴുതുന്ന തള്ളിനെ ഞാൻ മാനിക്കുന്നു. പക്ഷേ ആടുജീവിതത്തിൽ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കട്ടെ, നമുക്ക് പരിചയമില്ലാത്തതും നമ്മൾ കടന്നു പോയിട്ടുമില്ലാത്തതുമായ എല്ലാ ജീവിതാനുഭവങ്ങളും നമുക്ക് കെട്ടുകഥകൾ തന്നെയാണ്. പക്ഷേ ഇത് നടത്തിയ ആളാണ് സംസാരിക്കുന്നുള്ളതുകൊണ്ട് ബൈബിൾ പറയുന്നുണ്ട്, ഞാൻ തന്നെ എനിക്ക് സാക്ഷി നൽകുന്നെങ്കിൽ എൻ്റെ സാക്ഷി സത്യമാണെന്ന് പറയുന്ന പോലെ ഈ വേൾഡ് കപ്പിന് വേണ്ടിയുള്ള റോൾഡൻസിൻ്റെ ഞങ്ങളുടെ ടീമിൻ്റെ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് അറിയാവുന്ന ഒട്ടനവധി ആളുകളുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതൊരു സ്റ്റോറി പോലെ ചെയ്യാനായിട്ടുള്ള ലെവലിലേക്ക് ചിലപ്പോൾ അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. പത്രസമ്മേളനം നടത്തിയ ആളുകളും ചിലപ്പോൾ ഇതൊരു അന്നത്തെ വാർത്ത കൊടുത്തിട്ടുണ്ട്, ഓക്കെ ഇദ്ദേഹം ഇങ്ങനെ കാര്യത്തിൽ പുറപ്പെടുകയാണെന്നുള്ളതാണ്. പിന്നീട് അവരാരും ഫോളോ അപ്പ് ചെയ്തിട്ടില്ല, ഞാനും ഫോളോ അപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ ഉദ്യമം എന്ന് പറയുന്നത് മാധ്യമ വാർത്ത അല്ലാത്തതുകൊണ്ടാവാം നമ്മളതിന് പിന്നാലെ പോയിട്ടില്ല. പക്ഷേ ആര് ചോദിച്ചാലും കൊടുക്കാനായിട്ട് എല്ലാത്തിൻ്റെയും ഫോട്ടോഗ്രാഫി അടക്കമുള്ള ഡോക്യുമെൻ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഫിഫ വേൾഡ് കപ്പിൽ അർജൻറ്റീന ടീമിൻ്റെ വിജയത്തിൽ വളരെ ഹമ്പിളായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് അല്ലെങ്കിൽ ഒരു എളിയ സ്നേഹോപഹാരം എന്ന് പറയുന്ന പോലെ നമ്മുടെ ഭാഗത്തുനിന്നുള്ള ചില കണ്ടെത്തലുകളും ചില റഫറൽ സാധനങ്ങളും കൈമാറിയിട്ടെന്നുള്ളത് അന്നും ഇന്നും എന്നും സത്യമായിട്ടുള്ളൊരു എഫോർട്ട് ആയതുകൊണ്ട് അതിൽ അഭിമാനിക്കുന്നു. ഇനിയും അത്തരത്തിലുള്ള എഫോർട്ടുകൾ ഇടാനായിട്ട് അത്തരം സാഹചര്യങ്ങൾ വന്നാൽ മുന്നോട്ട് പോകാൻ തയ്യാറുമാണ്. അതിൽ നമുക്ക് മറ്റുള്ളവരുടേതായ സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണകളൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഒരു ക്ലോസ് സർക്കിളിൻ്റെയൊക്കെ. പക്ഷേ കൂടുതൽ സ്വപ്നങ്ങളിലേക്ക് ഉണരുന്ന യുവജനങ്ങളെ തലമുറയെ വാർത്തെടുക്കുന്നതിൽ നമ്മളെടുക്കുന്ന ചില റിസ്കിലെടുത്തിട്ടുള്ള ചില എഫോർട്ടുകളുടെ വെളിച്ചത്തിൽ സപ്പോർട്ട് ചെയ്യുന്നതിലും ഞാൻ ഉത്സുകനാണ്, തൽപരനാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ചോദിച്ചപ്പോൾ ഇത്ര ഡീറ്റെയിലാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു കണ്ടൻറ്റാണ് ഇത്. കാരണം ആളുകൾക്കൊട്ടൊന്നും മനസ്സിലാകത്തുമില്ല, നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു അവസ്ഥയിലായതുകൊണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ചാനൽ ഇൻ്റർവ്യൂവിൽ രണ്ടാമത്തെ ഒരു ചാനൽ ഇൻ്റർവ്യൂ മാത്രമാണ് ഞാനിത്. ആദ്യത്തെ എനിക്ക് തോന്നുന്നു മുൻപ് നമ്മൾ സംസാരിച്ച നമ്മുടെ ഒരു സുഹൃത്ത് ഇത് അദ്ദേഹം ആ സമയങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആളുകൾക്ക് അതിനകത്തും ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. പെർഫോമൻസ് കോച്ചിങ്ങിൻ്റെ ഡയമെൻഷനിൽ നിന്നിട്ടുള്ള ഒരു കളി ജയിപ്പിക്കാൻ വേണ്ട സൂത്രവാക്യങ്ങളുടെ നമ്മുടേതായ ഒരു സൈക്കോളജിക്കൽ ഡയമെൻഷനാണ് ഇതെന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും സിമ്പിൾ വേർഷൻ. അത് നമ്മൾ മുൻപ് കൊടുത്തിട്ടുള്ള പോലെ തന്നെ കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും അതിനേക്കാൾ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം. കൊടുത്തത് വലിയൊരു ഫീമൽ മാർക്കാണ്. നമുക്ക് അതിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടുകളും തീർച്ചയായിട്ടും ഒരു മലയാളിക്ക് ഈസിയല്ല, സാധ്യമല്ല. പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളത് ദൈവകൃപ. എന്തായാലും ഒരുപാട് സന്തോഷം ഡോക്ടർ. ഒരുപാട് ഏരിയാസ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക, ശരിക്കും എൻലൈറ്റൻമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് കുറേ വെളിപാടുകളൊക്കെ ഉണ്ടായ ഒരു സെഷനാണ് ഇപ്പോൾ കടന്നുപോയത്. ഡോക്ടറുടെ ഈ വലിയ വിലപ്പെട്ട സമയം ഇന്ന് ഇത്രയും സമയവും ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിലും ഒരുപാട് നന്ദി. വീണ്ടും നമുക്ക് കാണാം അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു അതിഥികളോട്.